Hey guys, welcome back to YouTube channel. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ ജംഗ്ഷൻ പോലത്തെ സ്ഥലത്ത് നിൽക്കുവാണ്. ഞങ്ങൾ ഇന്ന് ചെറുതായിട്ട് നടക്കാൻ പോകും എന്നുള്ളൊരു പ്ലാനിലാണേ. അത് വന്ന് ഡ്രസ്സ് മാറി അവളുടെ അമ്മയും പപ്പയും പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത് കേട്ടോ. ഒരു വൈകിട്ട് ഒരു 4 മണി 5 മണിയൊക്കെ ആയി കാണും. നമ്മൾ വരുമ്പോൾ രാത്രിയാവും കേട്ടോ. ഇരുട്ടും ഏതായാലും അത്യാവശ്യം ഞങ്ങൾ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ്. കാർ എടുക്കാമെന്ന് പറഞ്ഞാണ് അവസാനം കാറ് വേണ്ടാന്ന് തീരുമാനിച്ചു. വൈകുന്നേരം എല്ലാ കാറ്റൊക്കെ ഉണ്ടാവും, നടന്നു പോകുമെന്ന് വിചാരിച്ചു. അടിപൊളി. നമ്മൾ പാല് വാങ്ങിക്കാൻ വേണ്ടി വരാറില്ല ഇവിടെ. എല്ലാ ദിവസവും ഭയങ്കര. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പാല് വാങ്ങിക്കാൻ പോണ കാര്യമൊക്കെ പറയും. നമ്മുടെ വീട്ടിൽ എപ്പോൾ വന്നാലും ഞങ്ങൾ പാല് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ സൊസൈറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ നടന്ന് പോകലാണ് പണി. അവിടെ വേറെ പണിയില്ല. പിന്നെ ഓരോ കടയിൽ കൂടെ കയറി ഓരോ സാധനങ്ങൾ വാങ്ങിക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. വണ്ടി നല്ല റോഡല്ലേടി. റോഡും ഞാനും ചെമ്പരത്തി. നിനക്കാ നല്ലത് കുറച്ചും കൂടി. നിനക്ക് ഇച്ചിരി കൂടെ മച്ചിരിക്കും. ഈ പഴയ സിനിമയിലൊക്കെ മറ്റേ ശകുന്തള വെക്കൂലേ? ശകുന്തളയല്ലേ വേറെ ആരൊക്കെ സെറ്റല്ലേ? അമ്മ കൂടി കെട്ട് എടേ. വഴി നല്ല സുന്ദരി. അന്ന് വഴി കാണിക്കും, നിന്റെ മോത കാണിക്കാതെ. പപ്പയുടെ അമ്മ മരിച്ചപ്പോ ഒന്നല്ലേ നമ്മള് നടന്നു നിന്നത്. മാങ്ങ പറിച്ചെന്ന്. അപ്പൊ ആ മാങ്ങയുടെ തൈ പോലും കാണൂല അവിടെ. സത്യം. വിഷ്ണു ചേട്ടൻ അവിടെ ഇല്ല. ബിസ്മി ചേച്ചി ഉണ്ടോന്ന് അറിയില്ല. സെറ്റാ. അന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചായില്ലേ? ഓർക്കണ്ടോ കല്യാണം? അമ്മ ഇത് അവിടെ നമ്മൾ വെള്ളത്തിന്റെ വെച്ചാ ദേ വെള്ളം അപ്പുറത്തുനിന്ന് ഒച്ച വെക്കുന്നേ. പക്ഷെ ഇവിടെ വെള്ളം, അപ്പുറത്ത് വെള്ളച്ചാട്ടോ. പാടാ അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാന്നേ. ഇനി ഞാൻ കുഞ്ഞു പിള്ളേരെ വരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞു പിള്ളേരല്ലേ പലരും. മൗഗ്ലിയുടെ വള്ളി ഞാൻ പിടിച്ച് തൂങ്ങിക്കോളൂ. പക്ഷെ സ്നാപ്പിലേക്കാട്ടും നമ്മൾ ഞാറ്റിയാന്ന്. നമ്മളന്ന് മാങ്ങ കുറച്ച് ഓർക്കണ്ട. എവിടെന്നായിന്ന്? അന്ന് ആൻറ്റി മരിച്ച സമയത്ത്, അമ്മച്ചി മരിച്ച സമയത്ത്. അമ്മച്ചി മരിച്ച സമയത്ത് മാറിപ്പോയതാ. ഞാൻ ചെയ്തല്ലേ. ആളൊന്ന് ചെറുതായി മാറി. അവിടെ മാത്രം സൂര്യപ്രകാശം അങ്ങനെ അതിൻ്റെ അത് കാണാൻ പറ്റില്ല. കാണുന്നുണ്ട്. മാത്രമായിട്ട് സൂര്യപ്രകാശം അടിക്കുന്നുണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു പൊട്ടിപ്പോയി. അപ്പൊ മൊബൈല് വേണ്ട, അടിച്ചുപോയി. അതുകൊണ്ട് നല്ലൊരു വഴി ഫുള്ളിരുട്ടാണ്ടകത്ത്. ഇതുപോലെ ഒന്നല്ല നേരിട്ട് കാണുമ്പോ. പക്ഷെ പഴുത്തല്ല ചോക്ലേറ്റിന്റെ കുരു. ശരി, അതല്ല എന്തെങ്കിലും പറഞ്ഞ കൊക്കോടെ കുരു. ചോക്ലേറ്റിന്റെ കുരു. ചോക്ലേറ്റ് ചക്കക്കുരു. നമുക്ക് കൊക്ക പറിക്കാം ഗൈസ്. ഇത് ഡബിൾ ടാപ്പ് ശരിയാവില്ല. ഡബിൾ ടാപ്പ് വേണം, എന്നാലും വീഡിയോ എടുക്കുമ്പോൾ. അയ്യോ, അവിടത്തേക്കൊക്കെ പറിക്കാൻ പോകുന്നു ഗൈസ്. എനിക്ക് വേണം. അച്ഛ അമ്മ കൊടുക്കരുതട്ടാ.
ഇറങ്ങിപ്പോയപ്പോ ഞാനും ഒരു പെണ്ണും കൂടെ ഇറങ്ങിപ്പോയപ്പോ ബായി അവിടെ നിൽക്കുക കണ്ടപ്പോ ചിരിച്ചു കാണിച്ചു. ഞാനും ചിരിച്ചു കാണിച്ചു. ഞാൻ കൂടെ ഉള്ളതുകൊണ്ടോ തോന്നി ചിരിച്ചോണ്ട് ഞാൻ നിങ്ങളന്ന് പരിചയം അയ്യോ അയാള് പറഞ്ഞു ചേച്ചി ഒന്നൊന്നര തുപ്പായി പോയത്. ഇവിടെ ഒരു കേവ് ഉണ്ട് ഞാൻ കാണിച്ചേ. ഗുണ കേവ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കേവാ. അല്ല അത് പറഞ്ഞേ ഫോൺ എടി നമുക്ക് തിരിച്ച് പിന്നെ വിളിക്കാറോ? പിന്നെ പലർക്കടയിലും അതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ ഒരു പാമ്പ് ഒരു വന്നു. ഞാൻ എടുത്തില്ല. അവന്റെ കൊടുക്ക് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് മാറേ. എടി അന്ന് നമ്മൾ വന്നിരുന്നപ്പോ ഇരുന്ന സ്ഥലം പട്ടീനടി. ആ പട്ടീനെ കുഞ്ഞായിരുന്നപ്പോ കണ്ടതാ. സുൽത്താൻ ലൂണേനെ പോലെ അച്ഛൻ മൂത്ര വെച്ച് ഇറങ്ങണ്ടേ. നമുക്കിവിടെ ഫുള്ളൊന്ന് ചുറ്റി കറങ്ങിട്ട് വന്നാലോ? ഇതെന്താ താമര പോലില്ലേ അടിയിന്ന് തുണി അലക്കുമായിരുന്നല്ലേ? കുഞ്ഞുമോള് തുണി അലക്കായിരുന്നു. ഞാനാ നടന്നത് എസ്തെറ്റിക്ക ഇവിടെ അത് അടിപൊളിയുണ്ട്. ആ എടീ എന്നാലും കാട്ടുവാസി എക്സ്പ്രഷൻ നോക്കണം. എടി ഇവിടെ നല്ല കൊള്ളാക്കാം. അവിടെയൊക്കെ കൊള്ളാം. പക്ഷെ നമ്മളവിടെ അത്ര തോന്നില്ല. ഓ ഭയങ്കര ഫീലാ. എവിടെയാ അവിടെ ഇഷ്ടമായി. പക്ഷെ ഇവിടെ അത്രയ്ക്ക് ഇതില്ല ഒന്നുമില്ല. ടെറസ്വാമി പോലെ ഇട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഇങ്ങനെ പോക്കറ്റിൽ അടിച്ചടിച്ച് കാറങ്ങാൻ ഉണക്കി കഴിഞ്ഞാൽ നല്ല പാമ്പുണ്ടോ? അങ്ങനെ പേടിയില്ലാത്ത ഇരുത്തി. ഓ അച്ഛാ അവിടെ ഇറങ്ങ അച്ഛാ. ഗായ്സ് നമ്മളങ്ങനെ കരിമ്പ് വെട്ടാൻ പോകണം. നമ്മള് അത് 6 മണി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് കരിമ്പ് ഉണ്ടെങ്കിൽ വെട്ടിക്കോളാൻ പറഞ്ഞു. അപ്പൊ നമ്മളങ്ങനെ കരിമ്പ് വെട്ടാൻ വേണ്ടി പോകാണ്. ഞാനല്ല പോണേ, അച്ഛനാണ് പോണേ. അച്ഛൻ രണ്ട് വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ തന്നെ അനുസരിച്ചു. നമ്മളുണ്ടാവുന്നില്ല. യെസ് 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 അവിടെയാണ്
അതിന്റെ ചേത മറ്റേ ഗംഗാ നദിയുടെ അവിടെ കൊണ്ട് ഒഴുക്കിയില്ലേ ഗംഗാനദി എവിടെ കിടക്കണ്ട്, നമ്മളെവിടെ കിടക്കും. കൊണ്ട് ഒഴുക്കിയില് അങ്ങനെ എന്ത് സംഭവം ഉണ്ടായി പിന്നെ സീരിയസ്ലി ഗായ്സ് നമ്മളങ്ങനെ തിരിച്ചു പോണതിന് മുമ്പ് പാറ കയറാന്ന് പറഞ്ഞിട്ടാണ് നമ്മള് പാറ നോക്കി കഴിഞ്ഞപ്പോ ദേ കാറിക്കൊണ്ട് തന്നെ ഒരുത്തൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഇന്ന് മേളില് പറഞ്ഞു ഇനി നമുക്ക് മേളില് ഫോൺ പറഞ്ഞു എറിഞ്ഞു. എന്റെ ഫോൺ എടുത്ത് പറഞ്ഞിട്ട് നീ എന്തൊരു ചേച്ചി ഈ സാധനത്തിനൊന്നും കൊണ്ട് കളയി. പെട്ടെന്ന് ആ സാധനത്തിനെ കണ്ടപ്പോ പേടിയായി പോയി. ഗായ്സ് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ. നമ്മളിനി തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. ആ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇതേപോലത്തെ കുറേ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ. വീഡിയോ ഒന്നും പിടിക്കണ്ട.